നേരത്തെ ശ്രീ മുസ്തഫ പറയായിരുന്നു ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് CBI വിജ്ഞാപനം ഇറക്കി രാഷ്ട്രീയ നേതാക്കളെ ഒതുക്കാനുള്ള നീക്കം നിങ്ങൾ നടത്തിയിട്ടുണ്ട് പിണറായി വിജയനെതിരെ രാവിലിൽ. അപ്പോൾ ആരും മോശമല്ലെന്ന് ഞാൻ പറയായിരുന്നു. അല്ല ഹാഷ്മി, ഈ വിഷയം പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏതായാലും ഇടതുപക്ഷം ശ്രീ VD സതീശൻ കുറ്റക്കാരനാണ് എന്ന് ഏതായാലും പറയുന്നില്ലല്ലോ. അത് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡ്. കാരണം എന്താണ്, ഇത് ഒന്നാമതായി ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോയൊരു കേസാണ്. സിംഗിൾ ബെഞ്ച് കേക്ക് പോലും ചെയ്യാതെ തള്ളിയ കേസാണ്. രണ്ടാമതായി ഇത് ഡിവിഷൻ ബെഞ്ചിൽ പോയ ഒരു കേസാണ്. ഡിവിഷൻ ബെഞ്ചും ഇത് തള്ളിയ ഒരു കേസാണ്. മൂന്നാമതായിട്ടാണ് ഇത് വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് വരുന്നത്. അത് ശ്രീ ജെയിംസ് മാത്യു അത് നിയമസഭയിൽ ഉന്നയിക്കുകയും നിയമസഭയിൽ വെച്ച് തന്നെ ശ്രീ VD സതീശൻ എനിക്കെതിരെ നിങ്ങൾ അന്വേഷണം നടത്തണം എന്ന് പറയുകയുണ്ടായി. ആ അന്വേഷണവും അവസാനിപ്പിച്ചു. പിന്നീട് ഒരു വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ഒരു പരാതി എഴുതി മേടിച്ച് വീണ്ടും വിജിലൻസ് അന്വേഷണത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെത്തുക എന്താണ്? ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ അവസാനമായി കൊടുത്ത വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ശ്രീ VD സതീശനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഇല്ല എന്ന് വളരെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് വന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും അവസാനം വന്ന വിജിലൻസ് റിപ്പോർട്ട് എന്താണ്? ശ്രീ VD സതീശന് ഇതുമായി യാതൊരു ബന്ധവുമില്ല, അക്കൗണ്ടിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല, അഴിമതി നിരോധന പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പില്ല. ഇതാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട്. ഇപ്പോൾ വിജിലൻസുമായി ബന്ധപ്പെട്ട് ഇത്രയും നല്ലൊരു റിപ്പോർട്ട് വന്നിട്ട് അതിന് മുമ്പേ ഉണ്ടായ റിപ്പോർട്ടുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് വെറുതെ സമയം കളഞ്ഞിട്ട് എന്താണ് കാര്യം? അതുമാത്രമല്ല, പുനർജനി പദ്ധതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾ പറവൂരിൽ വന്ന് അന്വേഷിക്കണം. ഇത് ആർക്കും കാണാൻ പറ്റാത്ത അല്ലാതെ വെർച്വലായി നിൽക്കുന്ന ഒരു പദ്ധതിയൊന്നും അല്ലല്ലോ. പറവൂരിൽ വന്ന് ഒരു പ്രളയം കാരണം വലിയ ദുരിതം അനുഭവിച്ച ഒരു ജനതയുടെ ഇടയ്ക്ക് നമുക്കറിയാം, ചില MLA-മാരൊക്കെ എനിക്കൊരു ഹെലികോപ്റ്റർ തരൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സർക്കാർ എന്താണ് ഈ കാണിക്കുന്നത്, ഞാനൊക്കെ വിഷമിച്ച് വിയർത്തിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് കൈമലത്തിയ നേരത്ത് പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്നിട്ട് പോലും ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരു MLA തൻ്റെ ജനതയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി, തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നടത്തിയ ഒരു പദ്ധതിയാണ് പുനർജനി പദ്ധതി. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വീട് പോയവർക്ക് അല്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ പോയവർക്ക്, എല്ലാ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നു. ആ വന്ന ആളുകൾക്കൊക്കെ ഒരു ഫെസിലിറ്റേറ്റർ എന്ന റോളാണ് ശ്രീ VD സതീശൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിലെ ഏത് MLA-മാരെ വേണമെങ്കിലും എടുത്തോളൂ. നമുക്ക് ആ MLA-മാരെ അധിവസിക്കുന്ന പ്രദേശത്ത് ഒരാൾ ഒരു സഹായം ചെയ്യാൻ വേണ്ടി വന്നാൽ ആ സഹായം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളെയും ആ ബെനിഫിഷ്യറിയെയും ചേർത്ത് നിർത്തുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് ഒരു MLA നിർവഹിക്കുന്നത്. അത് കേരളത്തിലെ 140 MLA-മാരും ഈ കേരളത്തിലെ അനേകായിരം പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം മാത്രമാണത്. ആ ഉത്തരവാദിത്തമാണ് ശ്രീ VD സതീശൻ നിർവഹിച്ചത്. എന്നിട്ട് ശ്രീ VD സതീശനെതിരെ എത്രമേൽ ആരോപണം പറഞ്ഞു? വീടുകൾ വെച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 200-ലധികം വീടുകൾ വെച്ചു കൊടുത്തതിൻ്റെ രേഖകളും വീടുകളും അവിടെ തന്നെയുണ്ട്. എത്രയോ വീടുകൾ, പൊളിഞ്ഞു കിടന്ന വീടുകൾ മെയിൻ്റനൻസ് നടത്തി കൊടുത്തു. എത്രയോ ആളുകൾക്ക് തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്തു. എത്രയോ ആളുകൾക്ക് പശുക്കൾ മേടിച്ചു കൊടുത്തു. ഇതൊക്കെ നമുക്ക് പറവൂരിൽ ചെന്നാൽ കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ പറവൂരിൽ നിന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2021 ഈ വലിയ ഇടതുപക്ഷ തരംഗമുണ്ടായപ്പോഴും പറവൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശ്രീ VD സതീശൻ ജയിച്ചു വരുന്നു. അതൊരു ഇലക്ഷൻ പൊളിറ്റിക്സ് ആണ്, ഞാൻ അതിനെ ഇതുമായി ചേർത്ത് വെക്കുന്നില്ല. പക്ഷേ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ അത് കോടതി മുറികളിലാണെങ്കിലും വിജിലൻസിന്റെ മുമ്പിലായിക്കൊള്ളിലും ശ്രീ VD സതീശനെതിരെ ഒരു തുമ്പും തരിമ്പും തെളിവില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടാൻ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ശ്രീ VD സതീശനെ മനഃപൂർവ്വം ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ചെപ്പടി വിദ്യയാണ് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം അത് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പൊ ശ്രീ ലാവ്ലിൻ കേസ് ഇപ്പോൾ CBIക്ക് വിട്ട കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു. ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടിട്ട് 43-ാമത്തെ തവണയാണ് അടുത്ത തവണ CBIയുടെ വക്കീല് അതിനകത്ത് പ്രസന്റ് ആവാതിരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒത്തുകളി എന്താണ് എന്നൊക്കെ ഇപ്പോൾ ഇന്ത്യ രാജ്യം മുഴുവൻ അറിയാവുന്ന കാര്യവും കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ അത് മാത്രമല്ല, സോളാർ കേസ് നിങ്ങൾ ഓർക്കുന്നില്ലേ? ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു വയസ്സി എന്ന് ഒരു അസുഖബാധിതനായി നിൽക്കുന്ന 3 മക്കളുടെ പിതാവായ ഒരു മനുഷ്യനെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പരാതി അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങി എഴുതി മേടിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച ആളുകളല്ലേ ഇവിടെ വന്ന് ചാരിത്ര പ്രസംഗം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേരളം ചർച്ച ചെയ്യണം.
കേരളം ചർച്ച ചെയ്യുന്നതിനൊടുവിൽ ഇതിനും കൂടി ചേർത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് പോരാ, ഇതിനും കൂടെ ചേർത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.